ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെഞ്ചുവേദന അനുഭവപ്പെട്ട തന്ത്രിക്ക് നാളെ ആൻജിയോഗ്രാം ചെയ്യും. മെഡിക്കൽ കോളേജിലെ ജയിൽ സെല്ലിലാണ് തന്ത്രിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മെഘ്ന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മെഘ്ന, ജയിലിലുള്ളപ്പോൾ തന്ത്രിക്ക് ഇത്തരത്തിൽ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. നിലവിൽ എന്താണ് ആരോഗ്യാവസ്ഥ? ആൻജിയോഗ്രാം അത് നാളെ തന്നെ ഉണ്ടാകുമോ? അമൃത, തന്ത്രി കണ്ഠരര് രാജീവരെ റിമാൻഡിലായതിനു ശേഷം തൊട്ടു പിന്നാലെയാണ് ദേഹാസ്വസ്ഥം അനുഭവപ്പെടുന്നത്. അതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സിക്കുകയും ചെയ്തതാണ്. ആ സമയമാണ് ആൻജിയോഗ്രാമിന് ഡോക്ടർമാർ നിർദ്ദേശം നൽകിയത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നാളെയാണ് ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡേറ്റ് നൽകിയിരിക്കുന്നത്. ആൻജിയോഗ്രാം ചെയ്യുന്നതിനായി തന്നെയാണ് ഇന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതിൽ മെഡിക്കൽ കോളേജിലെ ജയിൽ സെല്ലിലാണ് അഡ്മിറ്റ് ചെയ്തത്. പിന്നീട് ഇതിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായിട്ടുള്ള റിമാൻഡിലായിട്ടുള്ള പ്രധാന പ്രതികളിൽ ഒന്നാണ് തന്ത്രി കണ്ഠരര് രാജീവര്. അത് റിമാൻഡിലായതിനു ശേഷം ആദ്യം തന്നെ ദേഹാസ്വസ്ഥം അനുഭവപ്പെടുകയും പിന്നീട് ഡോക്ടറെ കാണിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ആൻജിയോഗ്രാം ചെയ്യാനുള്ള ഒരു നിർദ്ദേശവും നൽകിയത്. എന്തായാലും SIT കണ്ടെത്തിയിരിക്കുന്നത് ഗുരുതര കണ്ടെത്തലുകളാണ്. അതിൽ ഈ ശബരിമല സ്വർണ്ണപ്പാളികൾ ചെമ്പാക്കി മാറ്റിയതിലൊരു അറിവ്, മൗനകരമായിട്ടുള്ള ഒരു അറിവ് തന്ത്രിക്കുണ്ട് എന്നുള്ളതാണ് SITയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മെഘ്ന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.